അപ്പോൾ ഇന്ന് കുറച്ച് നാവിഗേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ആദ്യം റൊട്ടേറ്റ് ഗിസ്മോ 3DY എന്നുള്ളൊരു റൊട്ടേഷൻ ടൂള്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യൂ പോർട്ടിൽ നമ്മൾ 3D മോഡലിനെ റൊട്ടേറ്റ് ചെയ്ത് വ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ റൊട്ടേറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, തൊട്ടിപ്പുറത്ത് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റൊട്ടേറ്റ് 6 ക്ലിക്ക് ചെയ്താൽ അത് 3D മോഡലാണ് റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, റൊട്ടേറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ മോഡലിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലും കാണുന്ന എംപ്റ്റി ഫ്രീ സ്പേസിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. അതും മൗസിൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ വെച്ചിട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ റൊട്ടേറ്റ് ടൂൾ മേളിൽ കാണുന്ന മൂവ് സ്കെയിൽ റൊട്ടേറ്റ് എന്നുള്ള റൊട്ടേറ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി 3D മോഡലിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂളാണ്. പാൻ ചെയ്യാനായിട്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, കീബോർഡിൽ ഓൾട്ട് ഹോൾഡ് ചെയ്യുക, പ്ലസ് മൗസിൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ പ്രസ് ചെയ്യുക ആൻഡ് ഡ്രാഗ്. ഓക്കെ, ഇനിയുള്ളത് സൂമിംഗ് ആണ്. സൂമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഓൾട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുക ആൻഡ് റിലീസ് ദി ഓൾട്ട് കീ. എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൗസ് മൂവ് ചെയ്താൽ സൂമിങ് വരും. ഇപ്പോൾ നല്ല സൂമിങ് നിൽക്കുന്ന സമയത്ത് ഫുൾ സ്ക്രീനിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അന്നേരം റൊട്ടേഷന് വേണ്ടിയുള്ള ഫ്രീ സ്പേസ് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒന്നും കാണുന്നില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കുലർ ഒരു ബോക്സ് കാണാം. അതിനകത്താണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സ്കൾപ്റ്റിങ്ങിലോട്ട് പോകും. ഇവിടെ മോഡലിനെ സ്കൾപ്റ്റ് ചെയ്യും. അതിന് പകരം ഈ ഒരു റെക്റ്റാങ്കിളിന് വെളിയിൽ വന്നിട്ട് ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അതും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിനി റൈറ്റ് സൈഡിൽ ഓപ്ഷൻ ഉണ്ട്, ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മൂവ് എന്ന ഓപ്ഷൻ ചെയ്താൽ നമുക്ക് മൂവ് ചെയ്യാം. മൂവ് എന്ന ഓപ്ഷൻ മൂവ് ചെയ്യാൻ പറ്റും. സൂം ഉണ്ട്, റൊട്ടേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഫിറ്റ് ടു ദ സ്ക്രീൻ വരും. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പേര് ഫിറ്റ് മെഷ് എന്നാണ്. ഫിറ്റ് മെഷ് ടു വ്യൂ എഫ്. ഫുൾ സ്ക്രീൻ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. ഓക്കെ, സോ ഒന്നുകൂടെ പറയുന്നു. റൊട്ടേറ്റ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് സ്പേസിൽ നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക വിത്ത് മൗസിലെ ലെഫ്റ്റ് മൗസ് ബട്ടൺ വെച്ചിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നാവിഗേഷൻ ടൂൾസ് ചെറുതായിട്ട് ഇന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ പോർഷൻസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കണ്ടിന്യൂസ് പോർഷൻസുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.